നല്ല മഴ അല്ലേ? കുറച്ചുകൂടി കിടക്കാൻ നല്ല സുഖം. കുറച്ചുകൂടി നല്ല കട്ടൻ ചായയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത പലഹാരങ്ങളും. നല്ല ബീഫ് മേടിച്ച് ഫ്രൈ ആക്കിയത് നന്നായിട്ട് കറുപ്പിച്ചെടുക്കണം. ഇങ്ങനെ അങ്ങനെ കറപ്പിച്ച് കറുപ്പ് കളറിൽ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കരിയോല് മേടിക്കാം. എന്നാ എളുപ്പമല്ലോ. പോയി മേടിക്കട്ടെ. മഴയല്ലേ എങ്ങനെ പോകും? കാറുകൊണ്ട് പോകാം. എന്നാ പോയിട്ടോ. ഞാൻ ഇപ്പൊ ഉള്ളി കരിഞ്ഞു വെക്കണോ അതോ വന്നിട്ട് വെക്കാം അല്ലേ? പോയിട്ടോ. സൂക്ഷിച്ചോയേ. അങ്ങനെ ചേട്ടായി പെരുമഴയത്ത് ഇതാ ബീഫ് വാങ്ങിക്കാൻ പോകുന്ന പോക്കാണത്. നല്ല മഴയാട്ടോ. അത് കണ്ടോ? സൂപ്പർ മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? മഴ ഏതാണ് ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോ ആവോ? പോയി 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 പോയി. A few moments later. ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. മഴ ഇതുവരെ മാറിയിട്ടില്ല. മഴ അങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇന്ന് മഴയാലേ? കിട്ടിയോ? ഞാൻ വിചാരിച്ചു ചിലപ്പോ കിട്ടുമല്ലായിരിക്കും. ചേട്ടായി അല്ലേ ഉണ്ടാക്കണേ? ഞാനല്ല, ചേട്ടായി. നല്ല ഇറച്ചിയാലേ? ഉറക്കെ പറയണേ എന്നാലേ കേക്കത്തുള്ളൂ. മഴയുടെ സൗണ്ട് കാരണം. അപ്പൊ ഇത് അരിയെ അപ്പത്തേക്ക് ഞാൻ ചായ ആക്കി അമ്മയ്ക്കൊക്കെ കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മുടെ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം മഴയുടെ സൗണ്ടും കൂടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുവേ. ചോടൊന്ന് തിളക്കട്ടെ. തിളച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാലെടുത്ത് മാറ്റാം. കാപ്പിക്ക് വേണ്ടിയാണ്. ഇവിടെ ഞാൻ മാത്രമാണ് കോഫി കുടിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം. ബാക്കിത്തേൽ നമുക്ക് ചായപ്പൊടി ഇടാം. ഇച്ചിരോടെ ഇട്ടേക്കാം. നല്ല കടുപ്പത്തിൽ ചായ ആവട്ടെ. നല്ല മഴയൊക്കെ അല്ലേ. നമ്മുടെ കാപ്പി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് മുഴുവൻ ചേട്ടായി നുറുക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ സ്പെഷ്യൽ കഴുകലാണ് ഈ കാണുന്നത്. മഴ അതേപോലെ തന്നെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മൾ വിറകടുപ്പിലാണ് നമ്മുടെ ബീഫ് ചേട്ടനെ വേവിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ പണികളെല്ലാം ചേട്ടൻ്റെ വകയായതുകൊണ്ട് തീം ചേട്ടായി തന്നെയാണ് പിടിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് ക്യാമറാമാൻ മാത്രം. അല്ലല്ല, ടേസ്റ്റ് നോക്കാൻ ഞാൻ വേണമല്ലോ. അയ്യടാ അത് പറഞ്ഞാൽ മതി കേട്ടാ. കഴിക്കാൻ ഞാൻ ഉണ്ടാവും. എവിടെ? അയ്യേ തമാശ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചുമ്മാ ചെളിയടിക്കില്ല. അങ്ങനെ ചേട്ടായി ബീഫും എടുത്ത് മന്ദം നടന്ന് അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ക്രൂരമായി നോക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നീ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടന്നോടി ഒന്ന് സഹായിക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു തരാം, വിഷമിക്കണ്ട. തന്നെയാണ് മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി ഇടാനുണ്ട്. ഇപ്പം എന്തൊക്കെ ഇട്ടു? മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇനി ഉപ്പിടും. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടണ്ടേ? അല്ല ഇച്ചിരി ഇരിപ്പം നിങ്ങളുടെ എടുത്തുണ്ടല്ലോ, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് എടുത്തിട്ട് വരാം. തീ കെട്ടുപോയി. നമുക്കൊന്നുകൂടെ കത്തിക്കണം. ബീഫിനൊക്കെ നല്ല തീ ഇല്ലെങ്കിൽ പുകച്ചോവ് വരും. പിന്നെ ഗ്യാസിനേക്കാളും അടുപ്പിൽ വെച്ച് വേവിക്കണതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഞങ്ങളിവിടെ എപ്പോഴും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ബീഫിൻ്റെ വെള്ളം ഇറങ്ങും. പക്ഷെ
ഷെഫിനെ മിണ്ടാത്ത ഷെഫിന് ഊതുന്നോണ്ട് മിണ്ടത്തില്ല. സോറി, ഞാൻ വിചാരിച്ചു ഷെഫിനെ മിണ്ടാത്തത്. അങ്ങനെ ബീഫ് അടുപ്പിൽ കയറ്റി ഞങ്ങളിവിടെ ചുമ്മാ നിന്ന് വർത്താനൊക്കെ പറയണ്ട. നമ്മുടെ കൺമണീനെ കണ്ടോ? കൺമണി ഈ മഴ പെയ്യുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ഇതെന്താന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. നോക്കുന്നുണ്ടോ അവള്? ക്ഷീണമൊക്കെ മാറിയോടി? അതിനെന്നറിയാവോ, രാവിലെ പോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. അതിന്റെയാ മെല്ലെ മെല്ലെ പണി ചെയ്താൽ മതി, മാറിക്കോളൂ. അതെ, കിടന്ന് ഉറങ്ങിയിട്ടാന്നേ അത്. ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് ഇട്ടു, ഇഞ്ചക്ഷൻ എടുത്ത് രാത്രിയില്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ വീഡിയോ എടുക്കും. തിരി വന്നിട്ട് പോയായിരുന്നു കിടന്ന് കാർച്ച കണ്ടിട്ട്. അതിന്റെ വീഡിയോ എടുത്താൽ ഞാൻ ഓർത്തായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കുന്നത് 10 ലക്ഷം ലൈക്ക് ഒറ്റയടിക്ക് വന്നേര്. ഞാൻ എടുത്താലും ഓർത്തായിരുന്നു ആ കാർച്ച വേണം. അത് കാരണം എടുത്തിട്ട് അന്നേരം തന്നെ ഇടണമായിരുന്നു. നമ്മുടെ ബീഫിനുള്ള ചെറിയുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവിടെ വെച്ചിട്ടുണ്ട്. ബീഫിന് എപ്പോഴും നമ്മൾ ചെറിയുള്ളി ചേർക്കണതാണ് നല്ലത് സവാളേനേക്കാളും. സവാള വേണ്ട, സവാള ഒരു ഇച്ചിരി ചേർക്കാൻ മതി. ഇഞ്ചി എടുക്കാൻ പുറത്ത് പോകണം, മഴയാണല്ലോ. ശരിയാണല്ലോ അല്ലേ? ഇരിപ്പുണ്ട്. ശരി. അപ്പം ചേട്ടായി നമ്മുടെ ബീഫിനിടാനുള്ള തേങ്ങാക്കൊത്ത് വെളുത്തുള്ളി അവിടെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. വെളുത്തുള്ളി പിന്നെ നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ തേങ്ങാക്കൊത്ത് അത് ചതക്കണ്ട. പിന്നെ ഞാനിവിടെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ഫുള്ള് കുക്കിംഗ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ആളാണ് ദേ ഇവിടെ ഇന്ന് ഈ വീഡിയോ കാണുന്നത്. ഏത് വീഡിയോ ഇത് കണ്ടോ? മാറ്റിയത് കണ്ടോ? മാറ്റിയത് കണ്ടോ? അയ്യടാ, തേങ്ങാക്കൊത്ത് മാത്രം. വെളുത്തുള്ളി ചുമ്മാ എൻ്റെ തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തുമ്പൊക്കെ വെട്ടി ഇങ്ങനെ ഇതേപോലെ ഇത്രയും ഷേപ്പിലാക്കിയത് ഞാനാ. അയ്യാ, അല്ലെങ്കിലും അതെ ഗൈസ്, ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ഒരു വിലയില്ല. കാണുന്നില്ലല്ലോ. അല്ലെങ്കിലും ഭാര്യമാർക്ക് ഒരു വിലയില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ക്രെഡിറ്റ്. ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പോലീസ് വിളിച്ചു കേട്ടോ. എല്ലാം ചതച്ചാണ് നമ്മളൊന്ന് ഞാൻ ചതയ്ക്കുക. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതിനെ നമുക്ക് സുന്ദരനാക്കണ്ടേ? ബാക്കി പരിപാടികൾ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് ഇട്ടായിരുന്നു കേട്ടോ. നമുക്ക് വൈകിട്ടത്തേക്ക് കഴിക്കാൻ ചോറ് വേണ്ടേ ഗൈസ്? അതിന് വേണ്ടിയിട്ട് ചോറ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ് തിളച്ചു, നന്നായിട്ട് തിളച്ചു. അതെ, കറണ്ടില്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും അടുപ്പിൽ വെക്കാനാണ് നമുക്കിഷ്ടം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം സ്ഥലം മാറി ഗൈസ്. ഇതാ നമ്മുടെ മെയിൻ ഷെഫ് ബീഫ് കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കരിയാ ആയിക്കോട്ടെ കേട്ടോ. ലാസ്റ്റ് ഇട്ടാൽ പോരാ അങ്ങോട്ട് കറക്കാം. പിന്നെ തമാശ ഇട്ടു, തേങ്ങ കൊത്തിട്ടു. ഈ കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി അരച്ച് നമ്മുടെ കളർ പോലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി അരച്ചത് എല്ലാം ചതച്ചതും കൂടെ അങ്ങ് ഇടുക അല്ലേ? വഴറ്റിയെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി അതറിയാം, ഷെഫാന്നൊക്കെ എനിക്കറിയാം. മുളക് പൊടി, ഇച്ചിരി കാശ്മീരി മല്ലിപ്പൊടി, മല്ലി പൊടി. ഇത് മീറ്റ് മസാല. തട്ടിക്കോ. മസാല, ഇത് ഗരം മസാല, സ്വന്തം ഗരം മസാല നമ്മൾ സ്വന്തം പൊടിക്കുന്നതാണ്. ഇതിന്റെ കൂട്ട് നിങ്ങൾക്ക് ഞാൻ വേറെ ദിവസം പറഞ്ഞു തരാം. അതുകൊണ്ട് അധികം അത് വേണ്ട. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് മതി. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ടോ? അയ്യോ, അങ്ങനെയാണോ മണം നോക്കുന്നത്? മണത്താ മതി.
കല്യാണരാമ സ്റ്റൈലാ. കല്യാണരാമൻ എങ്ങനെയാ? കല്യാണരാമ സിനിമയ്ക്കകത്ത് ആ, മണക്കം നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് അതിലോട്ട് തട്ടി. നല്ല നെയ്യുള്ള നല്ല ബീഫാണ്. കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ആ, നെയ്യുള്ളതുകൊണ്ടല്ലേ, കറുത്ത് വരില്ലായിരിക്കും മിക്കവാറും. ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഈ ഡബ്ബയെല്ലാം അടച്ച് ആര് വെക്കണം? ചേട്ടായി ഇരിക്കേണ്ട സ്ഥലത്ത് വെക്കണം. അത് എടുത്ത ആൾക്കാരുടെ ഇതാണേ. ഏ ആ കേട്ടോ, അങ്ങനെ അനുസരണയുള്ള കെട്ടിയന്മാർ. ഇവിടെ ബീഫ് വരട്ടിയത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷെഫ് അനീഷ് അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു സ്റ്റൈലിൽ. ഇനി പെട്ടെന്ന് ചോറ് കഴിക്കണം, അത് പെട്ടെന്ന് ചോറ് കഴിക്കണം, ഇത് തീർക്കണം. അതാണ് ഇപ്പം മെയിൻ ലക്ഷ്യം. അതെ, വീഡിയോക്ക് പറയാൻ സമയമില്ല. ഞാനാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്ന ആള്. ചൂടാക്കി തരണേ. ചൂട് നീ ഭയങ്കര പേടിയ. മോനെ പൊളിയാ. ആ പൊറോട്ട തരുമോ? ചോറിനുമ്പോഴേക്കും തീർന്നു പോവാവോ? ചോറിനൊക്കെ വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ, വെൽ ഡൺ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതെ, അപ്പൊ ഇനി കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.